അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങൻ്റെ പുഡിംഗ് ആയിട്ടാണ് കേട്ടോ. പുഡിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാ ഞാൻ നല്ല പഴുത്ത മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ പാലും മധുരവും ചേർത്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനിലേൻ്റെ എസെൻസോ എന്തെങ്കിലും ഫ്ലേവറിന് വേണ്ടി എന്തെങ്കിലും എസെൻസ് ഇട്ടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആവശ്യമുള്ളവർക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് മാംഗോൻ്റെ ഫ്ലേവറാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇനിയിതാ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. അത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല തരികളൊന്നും ഇല്ലാണ്ട് നല്ല ഒന്നങ്ങോട്ട് പാല് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറേശ്ശായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതന്നെ ഫസ്റ്റ് തന്നെ പാൽ ഒന്നായിട്ട് ഒഴിച്ചാൽ കട്ടകളായിരിക്കും. അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തരികളൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 സ്പൂണ് കോൺഫ്ലവർ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 4 സ്പൂണ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഈ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ച പാലാണ് കേട്ടോ, അതാണ് ചൂട്. തിളപ്പിച്ച പാലാണ്. തണുത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചൂടാക്കിയ പാട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. കൈ തോരാതെ ഇളക്കി കൊടുക്കട്ടെ, പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് കൈ തോരാതെ ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കാനൊന്നും ആവാത്ത രീതിയിൽ നമുക്കൊന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 3.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അത്ര മധുരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്, നല്ല കുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല പഴുത്ത മാങ്ങ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. പഴുത്ത മാങ്ങ നമുക്ക് തിന്നാനൊരു ചടപ്പായിരിക്കും. അപ്പോൾ ഒന്നൊരു ജ്യൂസ് അടിക്കുക, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഉണ്ടാക്കി കുട്ടികൾക്ക് പെട്ടെന്ന് തിന്നു. പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളൊക്കെ തിന്നു പോവും. ഇനി നമുക്കിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, മറ്റേത് കട്ട വരും. അതുകൊണ്ടാണ് നല്ല ഇളക്കിക്കൊണ്ട് ഇളക്കലും ഒരുമിച്ചായിരിക്കണം കേട്ടോ. മറ്റേത് കണ്ടില്ലേ, കട്ടായി വരും. അപ്പോൾ ഈ നമ്മളെ പുഡിങ്ങിൻ്റെ ആ ഒരു ഇത് കിട്ടൂല. അത് ചേർത്തിട്ട് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൈ തോരാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു പുഡിങ് കൂടിയാണ് ഇത്. ഇതാ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ തരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കുറുകി വരണം കേട്ടോ. ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കുറുകി വരണം. ഈ ടൈമിൽ നമുക്ക് മധുരം ഉണ്ടോ മധുരം ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം.
എന്നാൽ മധുരം കുറവാണ് നമുക്ക് ലേശം കൂടി മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ടൈമിൽ ഇനി പറ്റുള്ളൂ, പിന്നെ മധുരം ചേർത്ത് കൊടുക്കാൻ നമുക്ക് പറ്റൂല. അപ്പോൾ അതാ നമ്മൾ ഇതേ തന്നെ പാകമായിട്ടുണ്ട്, കുറുന്നനായിട്ടുണ്ട് കേട്ടോ, കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്പീഡിൽ ചെയ്യരുത് കേട്ടോ, പെട്ടെന്ന് അടി പിടിക്കുക. അപ്പോൾ ലോ ഫ്ലെയിം, മീഡിയം ലോ ടു ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആ കോൺഫ്ലവറിൻ്റെ ചുവക്കെ ഒന്ന് പോവോളം നല്ല ഒന്നും കണ്ട് വേവിച്ചെടുക്കുക. നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഒന്നും കണ്ട് ഓഫാക്കി കൊടുക്കണം. ഇനി ഇതാ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ലേശം നെയ്യ് ചേർത്ത് കൊടുക്കണം. അതായത് നെയ്യ് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളിത് പുഡിങ് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഒഴിച്ചെടുക്കാം. നമുക്കിതൊന്നാണ് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. നെയ്യ് തേച്ചെടുത്ത് കണ്ടില്ല, അപ്പം തന്നെ നല്ല വിട്ട് പോരുന്നുണ്ട്. ഇനി നമുക്കിതാ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ലേശം ബദം അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദം ചെറിയ എന്ത് വേണമെങ്കിലും നമുക്കിതിന് മുകളിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ചെറിയ ഈത്തപ്പഴം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഹെൽത്തി ഫുഡും കൂടി ആയിരിക്കും, എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കാണാനൊരു ഭംഗിയും കൂടി ഉണ്ട്, കണ്ടില്ല? നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്കിതൊന്നും കണ്ട് അതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാവ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഒന്നാണ് കൊട്ടി കൊടുക്കുക. ഇനി നമുക്ക് ചൂടാറിന മുന്നേ തന്നെ ഇങ്ങനെ വെക്കരുത്. ചൂടാറിന മുന്നേ വെച്ച് കഴിഞ്ഞാൽ വിയർപ്പൊക്കെ ഇറങ്ങും. അപ്പോൾ നമുക്ക് ചൂട് ആറിയ തണുക്കട്ടെ. ഇതാ തണുത്തിട്ടുണ്ട് ഇപ്പോൾ, കണ്ടോ? ഇപ്പം തന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ കാണാൻ തന്നെ. നമുക്കിത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിതൊന്നും കണ്ട് അടച്ചു കൊടുക്കട്ടെ. അങ്ങനെ അടച്ചു കൊടുക്കണം, അടച്ചു കൊടുത്താലേ സെറ്റാവുള്ളൂ. നമുക്കിതൊന്നും കണ്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിലല്ല ഇട്ട് വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ താഴെ നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് ഇത്. നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല സെറ്റായി വന്നും ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒന്ന് ഒലിച്ച് പോരൊന്നും ചെയ്യുന്നില്ല, കണ്ട? അരിയൊക്കെ ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം, പെട്ടെന്ന് പോരുമെന്നൊക്കെ ഒന്ന് അറിയാലോ. വാവ്, അടിപൊളിയായിട്ടോ, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ നല്ല സോഫ്റ്റ് ഇട്ടാ അടിപൊളിയായി കിട്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളെ ആ അണ്ടിപ്പരിപ്പും ബദമൊക്കെ ഇട്ട ഭാഗം ഒന്ന് മുകൾക്കാക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ പണിയുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മാങ്ങയൊക്കെ നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ, പഴുപ്പ് കൂടിയ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ് ഈ കാര്യം കേട്ടോ. കുട്ടികൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളുടെ പുഡിങ് നിറങ്ങാണ്ട് കുട്ടികൾ പെട്ടെന്ന് തിന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ എല്ലാം വിടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.